മമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇവിടെ 2 ദിവസമായി ശക്തമായ മഴയാണ്. എങ്ങും പോകാനും പറ്റാത്തൊരവസ്ഥ. ഞാൻ കൊറോണ കാലഘട്ടം മുതലേ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ? ചൂട് വരുമ്പോൾ അമിതമായ ചൂട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. മഴയാണെങ്കിൽ ശക്തമായ മഴ. ഇന്ന് രാവിലെ ഉമ്മച്ചി ന്യൂസ് പേപ്പറിൽ പറയുന്നത് കേട്ടതാണ്, കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന്. നമ്മുടെ സ്കൂൾ തുറക്കാൻ 3ാമത് സ്കൂൾ തുറക്കും. ഞാൻ പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്. പുതിയ കൂട്ടുകാരെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ ഇങ്ങനെ മഴയും കൊടുങ്കാറ്റും ഉണ്ടായാൽ സ്കൂൾ തുറക്കുമോ എന്നുള്ള ഒരു വിഷമത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ യൂട്യൂബുകളിൽ നിന്നും വായനകളിൽ നിന്നും മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ അമിതമായ ചൂടായിരുന്നു നാം എല്ലാവരും അനുഭവിച്ചത്. ഇതിനുള്ള കാരണം അന്തരീക്ഷത്തിൽ ഉള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഓരോ വർഷം ചെല്ലുന്തോറും കൂടി വരികയാണ്. അങ്ങനെ വർഷം തോറും ചൂടും കൂടി വരുന്നു. ഇനി മഴയാണെങ്കിൽ അതും കൂടുതലാണ്. മഴ കാരണം പല സ്ഥലത്തും വെള്ളപ്പൊക്കം പോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 വെള്ളപ്പൊക്കം വന്നത് നാം മറന്നിട്ടില്ലല്ലോ. അതേപോലെ ഒരവസ്ഥ ഇനിയും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം നാം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്, അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. വാഹനങ്ങളിൽ നിന്നുള്ള പുക, ഫാക്ടറികളിൽ നിന്നുള്ള കെമിക്കലുകൾ തുടങ്ങിയവയും അന്തരീക്ഷത്തെ മലിനമാക്കുന്നുണ്ട്. അതിനാൽ ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ തന്നെ 1-2 വണ്ടികളെങ്കിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് സൈക്കിളുകളോ പൊതുഗതാഗത സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൂടാ? അതിനോടൊപ്പം കത്തിക്കലുകളും പ്രകൃതിയെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. മരങ്ങൾ വെട്ടിക്കുന്നു. പല ആവശ്യങ്ങൾക്കായി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഒക്കെ മരം വെട്ടുന്നു. പക്ഷേ വെട്ടിയ മരങ്ങൾ എപ്പോഴെങ്കിലും നാം നട്ടിട്ടുണ്ടോ? ഇത് നാം ആരും അങ്ങനെ ചെയ്യാറില്ല. മരം ഉണ്ടെങ്കിൽ മാത്രമേ മഴയുണ്ടാകൂ. ആ അമിതമായ ചൂടിൽ നാം മഴ പ്രതീക്ഷിച്ചെങ്കിലും മഴ പെയ്തില്ല. കാരണം മരങ്ങളുടെ അളവ് കുറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കൽ. നാം അമിതമായാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് മണ്ണിൽ അലിഞ്ഞു ചേരാത്ത ഒരു വസ്തുവായതിനാൽ എത്രത്തോളം നമ്മൾ വലിച്ചെറിഞ്ഞാലും അതവിടെ കുമിഞ്ഞു കൂടി കിടക്കും. പിന്നെ നമുക്കത് കത്തിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. പക്ഷേ കത്തിക്കുന്നതിലൂടെ അത് അന്തരീക്ഷത്തിൽ ചെന്ന് വായുവിൽ ചേരും. അങ്ങനെ വായു മലിനീകരണമാവും. വായുവില്ലാതെ നമുക്ക് ജീവന് നിലനിൽക്കുന്നുണ്ടാകില്ല. അങ്ങനെ ഓരോ വസ്തുവും ജീവന്റെ ഓരോ കണികയാണ്.
നാം എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ചിത്രമാണെന്ന് വിചാരിക്കുന്നു, ആടുജീവിതം. മലയാളികൾ ഏറെ കണ്ടിട്ടുള്ളതാകണം. അതിൽ പൃഥ്വിരാജ് ജലത്തിനായി ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായ വേദന, അതിൻ്റെ വില, അത് ഇല്ലാത്തപ്പോഴേ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവും. നാം എത്രത്തോളമാണ് ജലം ഇപ്പോൾ പാഴാക്കുന്നത്. ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ ഭൂമി അധികകാലം ഉണ്ടാകില്ല. നമ്മുടെ വരും തലമുറകൾക്കും ഭൂമി ഉപയോഗിക്കണം. അതിനായി കുറച്ചെങ്കിലും നമ്മൾ മാറ്റിവെച്ചാലേ നമ്മുടെ തലമുറകൾക്ക് ഭൂമിയിൽ സസുഖം വസിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനായി പ്രയത്നിക്കുകയും വേണം. പുരോഗതിയോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ഓർക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഇവിടം വാസം സാധ്യമാവുകയുള്ളൂ. ഇതെല്ലാം എനിക്ക് തോന്നാൻ കാരണം സയൻസ് തന്നെയാണ്. ഞാൻ സയൻസിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് കാഷ്വൽ ടോക്കാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.